വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് വരാൻ സാധ്യത 2 ക്വസ്റ്റൻ ആണ്. ഒന്ന് റിസീവബിൾ മാനേജ്മെന്റ് ക്വസ്റ്റനും വേറെ ഇൻവെന്ററി മാനേജ്മെന്റ് ക്വസ്റ്റനും. ക്യാഷ് മാനേജ്മെന്റ് ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ട്. അത് ചാൻസ് വളരെ കുറവാണ്. എങ്കിലും അഥവാ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, മീൻസ് ബൈ ചാൻസ് റയർ ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരരുത് എന്ന് നിൽക്കാൻ പറയുന്നത്. ഓക്കെ, റിക്വയർമെന്റ് എ എന്ന് ചോദിക്കുക, കാൽക്കുലേറ്റ് ദ ക്യാഷ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ഇൻ 3 പീരിയഡ്. ഓക്കെ, ഓരോ മാസം, ഓക്കെ 3 മാസത്തിലെ ഓരോ മാസത്തിലും ആ മാസാവസാനം ഉണ്ടാവുന്ന ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് ആണോ ക്ലോസിംഗ് ബാലൻസ് ആണോ ചോദിച്ചത്? ക്ലോസിംഗ് ബാലൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, ഏതൊക്കെ മാസം ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഡിസംബർ ടു ഏപ്രിൽ ആണ്. ഇവിടെ പറയുന്നത് 3 months പീരീഡ്. അവർ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് 3 months ആണ്. ജനുവരി ടു മാർച്ച്, ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള എന്താണ് പിന്നെ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ്. എടാ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് നമുക്കൊരു ഫോർമാറ്റ് ഇല്ലായിരുന്നോ? എന്തായിരുന്നു? നമ്മൾ എന്ത് കാണിക്കും? ആദ്യം ജനുവരി ഫെബ്രുവരി മാർച്ച്, ഞാൻ 3 months കാണിക്കാം. ഈ 3 മാസത്തെ ക്ലോസിംഗ് ബാലൻസ് കാണാൻ വന്നത്. ജനുവരി ഫെബ്രുവരി മാർച്ച്. ഓക്കെ, 3 മാസത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് അവർ കാണാൻ പറഞ്ഞത്. എടാ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ കാണുക ഓരോ മാസത്തെയും? നെറ്റ് ഫ്ലോസ് കണ്ടിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യാം. നെറ്റ് ഫ്ലോസ് കണ്ടിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം ജനുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് കാണണം. ഓപ്പണിംഗ് ബാലൻസ് കാണണം. ഓക്കെ, എന്നിട്ട് ജനുവരിയിലുള്ള ഓപ്പണിംഗ് ബാലൻസിലേക്ക് ഇൻഫ്ലോ ആഡ് ചെയ്യേണ്ടത് ഔട്ട്ഫ്ലോ ആഡ് ചെയ്യേണ്ടത്? പറഞ്ഞേ. ഇൻഫ്ലോസ് ആഡ് ചെയ്യുക, ഔട്ട്ഫ്ലോസ് എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോഴല്ലേ ക്ലോസിംഗ് ബാലൻസ് കിട്ടുക. ജനുവരിന്റെ തുടക്കത്തിൽ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അവിടെ എനിക്ക് വന്ന പൈസ കൂട്ടി പോയ പൈസ കുറച്ചു, അപ്പോൾ എനിക്ക് ജനുവരിയിൽ അവസാനം എന്റെ കയ്യിൽ എത്ര കിട്ടും അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിനോട് കൂടി ജനുവരിയിലെ റെസിപ്റ്റ്സുകൾ ആഡ് ചെയ്യണം. റെസിപ്റ്റ്സുകളൊക്കെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് ജനുവരിയിലുള്ള പേയ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? പേയ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. അങ്ങനെ ഡിഡക്ട് ചെയ്താൽ കിട്ടും എന്ത്? ജനുവരിയിലുള്ള ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് അത് ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും ഇല്ലേ? അല്ലടാ? ഓക്കെ, സെറ്റ് അല്ലേ? ഇങ്ങനെ നമ്മൾ കണ്ടത് ഈ ജനുവരിയിലുള്ള ക്ലോസിംഗ് ബാലൻസ് ഫെബ്രുവരിയിൽ എന്താ? ഓപ്പണിംഗ് ബാലൻസ്. ജനുവരിയിലെ ക്ലോസിംഗ് ബാലൻസ് ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്തു. ഈ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ഇനി ഫെബ്രുവരിയിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും മാർച്ചിൽ എന്ത്? ഓപ്പണിംഗ് ബാലൻസ്. ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തു വെച്ചിട്ടോ. ഈസി മാർക്കുകളൊക്കെ എന്ത് ചെയ്യുക? ആദ്യം തന്നെ സെറ്റ് ആക്കി വെക്കുക. ജനുവരിയിൽ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റിൽ കൊടുക്കുന്നുണ്ടാവും എന്തായാലും. ഓക്കെ, കാരണം നമ്മൾ ജനുവരി ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കണ്ടെത്താൻ വേറെ വഴിയില്ല, എന്തായാലും കൊടുക്കുന്നുണ്ടാവും. കണ്ടോ? ദ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അറ്റ് ജനുവരി ഈസ് എക്സ്പെക്ടഡ് ടു ബി 40,000. 40,000 ആണ് ജനുവരിയിലുള്ള ഓപ്പണിംഗ് ബാലൻസ്. സോ ജനുവരിയിൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 40,000. 40,000 ജനുവരിയിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നെ ക്വസ്റ്റിൽ ഇതേപോലെ ഈസി ആയിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് നമ്മൾ ക്യാഷ് ബാലൻസ്. എടാ ക്യാഷ് പോകുന്നത് വരുന്നത് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നത് അപ്പോഴാണ് കാണിക്കുന്നത്. ഇവിടെ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ നമുക്ക് കിട്ടുന്ന പൈസ, ഇങ്ങോട്ട് കിട്ടുന്ന പൈസ അത് ചിലപ്പോൾ ഡിസംബറിൽ നടത്തിയ സെയിലിന്റെ പൈസ ആയിരിക്കും. ജനുവരി നമുക്ക് കിട്ടുന്ന പൈസ ചിലപ്പോൾ ഡിസംബറിലെ സെയിലിന്റെ പൈസ ആയിരിക്കും. പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ എപ്പോഴാണ് ക്യാഷ് വരുന്നത് പോകുന്നത് അത്രേ ഉള്ളൂ. സോ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് അത് ആദ്യം എഴുതി വെക്കാം. ഇവിടെ ഒരു ലോങ് ടേം ലോൺ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അറ്റ് ബിഗിനിങ് ഓഫ് മാർച്ചിൽ സ്റ്റാർട്ടിൽ എന്ത് കിട്ടും? ലോൺ കിട്ടും $30,000. ഇത് പൈസ പോകുന്നതാണോ വരുന്നതാണോ? എടാ ലോൺ റിസീവ് ചെയ്യാണ്, കയ്യിൽ പൈസ കിട്ടും. ഇൻഫ്ലോ ആണ്. ഈ ഇൻഫ്ലോ എവിടെ കാണിക്കേണ്ടത്? ഏത് മാസം? മാർച്ചിൽ കാണിക്കണം. ഓക്കെ, മാർച്ചിൽ റെസിപ്റ്റ് ആയിട്ട് കാണിക്കണം. എന്താ കാണിക്കേണ്ടത്? ലോൺ റിസീവ്. നമുക്ക് ലോൺ കിട്ടി, ക്യാഷ് കിട്ടിയിട്ടാ. എന്താ കാണിക്കേണ്ടത്? മാർച്ചിൽ റെസിപ്റ്റ് ആയിട്ട് കാണിക്കണം. കാണിക്കണ്ടേ? എത്ര കാണിക്കേണ്ടത്? 3 lakh. മാർച്ചിൽ ഞാൻ കാണിച്ചു 3 lakh. ഓക്കെ, ലോൺ റിസീവ്ഡ് മാർച്ചിൽ നമുക്ക് ലോൺ കിട്ടി. ഇനി അതേപോലെ എ മെഷീൻ കോസ്റ്റിംഗ് 4 lakh വിൽ ബി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ഇൻ മാർച്ച്. 4 ലക്ഷം വരുന്ന ഒരു മെഷീന് മാർച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എന്തിനായിരിക്കും അവർ ലോൺ എടുത്തിട്ടുണ്ടാവുക? മെഷീൻ മേടിക്കാനായിരിക്കും. ഓക്കെ, അത് നമ്മൾ വിഷയമല്ല, നമ്മൾ പൈസ പോയോ വന്നോ. 4 ലക്ഷത്തിന്റെ മെഷീൻ ഏത് മാസം വാങ്ങിക്കുന്നത്? അതും മാർച്ചിൽ. അപ്പോൾ മാർച്ചിൽ ഈ 4 ലക്ഷം കയ്യിൽ നിന്ന് പോകുന്നതാണോ വരുന്നതാണോ? റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കണം, പേയ്മെന്റിൽ കാണിക്കണം. എന്താ? പിന്നെ പർച്ചേസ്, മെഷീൻ പർച്ചേസ് മാർച്ചിലാണ് കാണിക്കുന്നത്. എത്ര? മെഷീൻ പർച്ചേസ് 4 lakh. അത് ഇൻഫ്ലോ ആണോ നെഗറ്റീവ് കാണിച്ചൂടെ? ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നെഗറ്റീവ് കാണിച്ചിട്ടോ. മീൻസ് നെഗറ്റീവ് കാണിക്കണമെന്നില്ല, പോസിറ്റീവ്. ഓക്കെ, എനിവേ പോസിറ്റീവ് കാണിക്കുകയാണെങ്കിൽ ഓക്കെ 4 lakh. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ സെയിൽസ് ഉണ്ട്. സെയിൽസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എല്ലാ മാസത്തെയും സെയിൽസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എടാ സെയിൽസ് ചെയ്താൽ നമുക്ക് പൈസ കിട്ടൂലേ? അതിനെന്താ പറയാ? സെയിൽസ് റവന്യൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സിൽ നിന്ന്. അത് സെയിൽസ് റവന്യൂ വേണമെങ്കിൽ സെയിൽസ് കൊടുക്കാം, എന്നാലും പ്രശ്നമൊന്നുമില്ല. ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സിൽ നിന്ന് എത്ര പൈസ കിട്ടും? ആദ്യം നമുക്ക് ഓരോ മാസം സെയിൽസ് കാണാം. സെയിൽസ് കണ്ടാലല്ലേ എത്ര പൈസ കിട്ടുക എന്ന് കിട്ടാൻ മനസ്സിലാകത്തുള്ളൂ. സോ ഓരോ മാസത്തെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് $800 ആണ്. ആ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 5% കൂടും. ഫെബ്രുവരിയിൽ 5% കൂടും. എല്ലാ സെയിൽസും ക്യാഷ് സെയിൽസ് ആണോ ക്രെഡിറ്റ് സെയിൽസ് ആണോ? ക്രെഡിറ്റിനാണ്. എത്ര സമയം ക്രെഡിറ്റിനാ? 1 month ക്രെഡിറ്റ് ആണ്. അപ്പൊ ഡിസംബറിൽ നമ്മൾ നടത്തുന്ന സെയിൽസിന്റെ പൈസ എന്നേ കിട്ടത്തുള്ളൂ?
ജനുവരി ജനുവരിയിലേ കിട്ടത്തുള്ളൂ. അപ്പൊ ജനുവരിയിൽ നമുക്ക് എത്ര കസ്റ്റമർ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നു എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ഡിസംബറിലെ സെയിൽസ് കാണണം. കാണണ്ടേ? കാണണം. ജനുവരിയിൽ എത്ര പൈസ കസ്റ്റമർ കയ്യിൽ നിന്ന് എത്ര പൈസ കിട്ടണം അറിയണമെങ്കിൽ ഡിസംബറിലെ സെയിൽസ് കാണണം. ഇനി ഫെബ്രുവരിയിൽ എത്ര പൈസ കിട്ടുക കസ്റ്റമർ കയ്യിൽ നിന്ന് പൈസ കിട്ടുക എന്ന് അറിയണമെങ്കിൽ ഏത് മാസത്തിന്റെ സെയിൽസ് കാണണം? ജനുവരിയിലെ സെയിൽസ് കാണണം. ഓക്കെ. ഇനി അടുത്ത മാസം ഓക്കെ ഫെബ്രുവരിയിൽ എത്ര കിട്ടുക എന്ന് അറിയണമെങ്കിൽ ജനുവരിയിലെ സെയിൽസ് കാണണം. മാർച്ചിൽ എത്ര പൈസ കിട്ടുക എന്ന് അറിയണമെങ്കിൽ ഏത് മാസത്തെ സെയിൽസ് കാണണം? ഫെബ്രുവരിത്തെ സെയിൽസ് കാണണം. സോ ഞാൻ എല്ലാ മാസത്തെ സെയിൽസ് കാണാണ്. ഓക്കെ, അതെന്ത് ചെയ്യുക? ഒരു വർക്കിംഗ് നോട്ട് ആയിട്ട് ഓക്കെ ഞാൻ ഇവിടെ ഒരു വർക്കിംഗ് നോട്ട് ഉണ്ടാക്കുകയാണ്. വർക്കിംഗ്സ് കാണിക്കാണ്. ഓക്കെ, അതിൽ പിന്നെ ഫസ്റ്റിൽ നമ്മൾ സെയിൽസ് യൂണിറ്റ് കാണിക്കാം. യൂണിറ്റ് പിന്നെ മന്ത് കാണിക്കാം. ഓരോ മന്തിൽ ഓക്കെ ഏതൊക്കെ മന്താടാ? എല്ലാ മന്ത്സ് കൊടുക്കണേ. ഈ എല്ലാ മന്ത്സ് കൊടുക്കുക. ഡിസംബർ, ജാനുവരി. ഓക്കെ, ഇത് ട്രാക്ക് ചെയ്താൽ കിട്ടുമായിരിക്കണം. ഓക്കെ, എല്ലാ മന്തും കാണിച്ചു. ഇനി ഓരോ മന്തിയുടെ യൂണിറ്റ്. ഡിസംബറിൽ 1200 യൂണിറ്റ്, ജനുവരിയിൽ 1250, ഫെബ്രുവരിയിൽ 1300, മാർച്ചിൽ 1400, ഏപ്രിൽ 1500 അല്ലേ? ഇങ്ങനെയാണ് യൂണിറ്റ്സ് ഉള്ളത്. ഇനി നമ്മൾ എന്ത് കാണണം? സെയിൽസ് റവന്യൂ കാണണം. കണ്ടേ? സെയിൽസ് റവന്യൂ ഓരോ മാസത്തെയും സെയിൽസ് റവന്യൂ കാണണം. ഓക്കെ, ഡിസംബറിലെ സെയിൽസ് റവന്യൂ കാണണമെങ്കിൽ ഡിസംബറിലെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? 800 ആയിരിക്കും. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 800 ആയിരിക്കും. ജനുവരിയിലും 800 ആയിരിക്കും. എന്നോട്ടാ മാറുക? ഏത് മാസം തൊട്ടാ? ഫെബ്രുവരി തൊട്ട് 5% കൂടും. ഓക്കെ, 800ന്റെ എത്ര പെർസെന്റേജ് ആവും? 105% ആവും അല്ലേ? ഫെബ്രുവരി തൊട്ട് എന്തായി? സെയിൽസ് കൂടി 5% കൂടി സെല്ലിംഗ് പ്രൈസ്. എടാ, ഇത് ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് അല്ലേ? നമുക്ക് എത്ര യൂണിറ്റാണ് സെല് ചെയ്യുന്നത്? ഡിസംബറിൽ 1200 യൂണിറ്റ് സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയോ? ഇവിടെ 1250 യൂണിറ്റ് സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇൻറ്റു 1300, ഇവിടെ ഇൻറ്റു 1400, ഇൻറ്റു 1500 അല്ലേ? ഇങ്ങനെയല്ലടാ ഓരോ മാസത്തെ സെയിൽസ് റവന്യൂ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് ഇവിടെ ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സ് ആയിട്ട് കാണിക്കേണ്ടത് ജനുവരിയിൽ എത്ര കിട്ടുന്ന. സോ ജനുവരിയിൽ കിട്ടുന്ന പൈസ ഈ 10 ലക്ഷം ആയിരിക്കുമോ? അല്ല. ഏത് മാസം നടത്തിയ സെയിൽസ് ആയിരിക്കും? ഡിസംബറിൽ നടത്തിയ സെയിൽസ് ആയിരിക്കും. സോ ഡിസംബറിൽ നടത്തിയ സെയിൽസ് ആയിരിക്കും ഇവിടെ കാണിക്കേണ്ടത്. ഡിസംബറിന്റെ സെയിൽസിന്റെ പൈസ ഓക്കെ ഇതാണ് കാണിക്കേണ്ടത്. ഇനി ഇങ്ങോട്ട് ട്രാക്ക് ചെയ്താൽ പോലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, ഓരോന്നും വന്നതുണ്ടോ? ഫെബ്രുവരിയിൽ വന്നത് ജനുവരിന്റെ സെയിൽസ്, മാർച്ചിൽ വന്നത് ഫെബ്രുവരിന്റെ സെയിൽസ്. ഓക്കെ, എല്ലാം കാണിച്ചിട്ടോ? കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ കാണിച്ചില്ലേ? ഓക്കെ, സെറ്റ്. ഇനി പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ ടേക്ക് പ്ലേസ് 1 month ബിഫോർ സെയിൽസ്. അതായത് സെല് ചെയ്യുന്നതിന്റെ ഒരു മാസം മുന്നേ പ്രൊഡക്ഷൻ നടത്തും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ജനുവരിയിൽ 1250 യൂണിറ്റ്സ് എന്ത് ചെയ്യണം? സെല് ചെയ്യണം, സെയിൽസ് ഉണ്ട്. അത് എന്ന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും? ഡിസംബറിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ, ഇനി അവർ പറയുന്നു ഈച്ച് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, ഓരോ യൂണിറ്റിനും 2 യൂണിറ്റ് റോ മെറ്റീരിയൽസ് വേണം. ഓരോ യൂണിറ്റ് ഉണ്ടാക്കാനും 2 യൂണിറ്റ് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. ആ 2 യൂണിറ്റ് റോ മെറ്റീരിയൽസിന് ഒരു യൂണിറ്റിന് 200 ആണ് കോസ്റ്റ്. ഒരു യൂണിറ്റ് എന്താണ്? 200 ആണ് കോസ്റ്റ്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് കാണാണ്? ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടേ? ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കാണണം. സോ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ഷൻ പർച്ചേസ് ആണ്. പർച്ചേസ് അല്ല ഇവിടെ നടത്തിയത്. എടാ, റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പർച്ചേസ് കാണാണ്. പർച്ചേസ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ ആണ്. ഓരോ മാസത്തെയും പർച്ചേസ് കാണാണ്. ഓക്കെ, ഇവർ പറയുന്നത് ജനുവരിയിൽ 1250 യൂണിറ്റ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് എന്ന് പ്രൊഡ്യൂസ് ചെയ്യണം? ഡിസംബറിൽ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഡിസംബറിൽ പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഡിസംബറിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, 1250 ജനുവരിയിൽ ഉണ്ടാക്കണം. ഓക്കെ, 1250 യൂണിറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ ഓരോ യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിലും എത്ര റോ മെറ്റീരിയൽ വേണം? 2 യൂണിറ്റ് റോ മെറ്റീരിയൽ വേണം. സോ 1250 ഇൻറ്റു 2 ഇൻറ്റു എന്ത് ചെയ്യണം? $200 ആണ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ്. ഇൻറ്റു 200. ഓക്കെ, ഇൻറ്റു 200. വേണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് എന്ത് ചെയ്യാം? 400 എടുക്കാം. 2 × 200. ഓരോ യൂണിറ്റ് ഉണ്ടാക്കാനും 2 റോ മെറ്റീരിയൽസ് 2ന് 200 വീതം. അപ്പോൾ 400 വേണം. ഇതാണ് പർച്ചേസ് എന്ന് നടത്തുന്ന ഡിസംബറിൽ നടത്തുന്ന പർച്ചേസ്. ഇത് ഡ്രാഗ് ചെയ്താൽ ഓരോ മാസത്തെയും പർച്ചേസ് കിട്ടും. ഓരോ മാസത്തെയും എന്ത് കിട്ടും? പർച്ചേസ് കിട്ടും. കിട്ടൂലേ? ഇതാണ് പർച്ചേസ്. ഡിസംബറിൽ ഇത്ര ഡോളർ പർച്ചേസ് ചെയ്തു, ഇവിടെ ഇത്ര ഡോളർ പർച്ചേസ് ചെയ്തു, ഫെബ്രുവരിയിൽ ഇത്ര, മാർച്ചിൽ ഇത്ര. ഇതൊക്കെ എന്താ? തൊട്ടടുത്ത മാസം സെയിൽ ചെയ്യാനുള്ള സാധനങ്ങൾ അവിടെ പർച്ചേസ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പർച്ചേസ് ചെയ്തു. പക്ഷേ ഈ പർച്ചേസ് ചെയ്തൊക്കെ എന്തിനാണ്? 1 month ക്രെഡിറ്റിനാ. അതായത് ഡിസംബറിൽ പർച്ചേസ് ചെയ്താൽ ആ പൈസ എന്നാ കൊടുക്കുക? ജനുവരിയിൽ കൊടുക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന എപ്പോഴാ? ജനുവരി. അപ്പൊ നമ്മൾ മുകളിൽ കാണിക്കേണ്ടത് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, സപ്ലൈ കൊടുക്കേണ്ട പൈസ അല്ലേ? ഓക്കെ, ക്യാഷ് ടു സപ്ലൈസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് ടു സപ്ലൈസിന് കൊടുക്കേണ്ട പൈസ, അല്ലെങ്കിൽ പർച്ചേസ് എന്നൊക്കെ കാണിക്കാം, നോ പ്രോബ്ലം. സപ്ലൈസിന് കൊടുക്കേണ്ട പൈസ ജനുവരിയിൽ കൊടുക്കേണ്ട പൈസ ഏതാ? 5 lakh അല്ലേ? എടാ, 1 month ക്രെഡിറ്റിനാണ്. ഡിസംബറിൽ നമ്മൾ പർച്ചേസ് ചെയ്തു, ഞാൻ പൈസ കൊടുക്കേണ്ടത് ജനുവരിയിലാണ്. സോ ക്യാഷ് ടു സപ്ലൈസ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ 5 lakh ആണ്. ഓക്കെ, ഇത് ഡ്രാഗ് ചെയ്താൽ ഓരോ മാസം കൊടുക്കേണ്ട പൈസ കിട്ടൂലേ? കിട്ടും. ഓക്കെ, ഇനി വേറെ എന്താ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം.
ഇവിടെ പറയുന്നു വേരിയബിൾ ഓവർ ഹെഡ്സ് ആൻഡ് വേജസ്. ഓക്കെ, രണ്ട് എന്ത് ഇൻഡയറക്ട് കോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ആർ ഈക്വൽ ടു $100 ആണ് വേരിയബിൾ ഓവർ ഹെഡ്സ് ആർ ഇൻകേർഡ് ഡ്യൂറിംഗ് പ്രൊഡക്ഷന്റെ സമയത്താണ് ഇത് ഇൻകർ ചെയ്യുക. പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഓരോ യൂണിറ്റിനും എത്ര വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്? വേരിയബിൾ ഓവർ ഹെഡ്സ് $100. അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് ഇൻകർ ആവട്ടോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഏത് മാസത്തിൽ കാണിക്കണം? എടാ ജനുവരിത്തെ സെയിൽസ് ഏത് മാസമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡിസംബറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓവർ ഹെഡ്സ് കാണിക്കേണ്ടത് ഓവർ ഹെഡ്സ് ആൻഡ് വേജസ് കാണിക്കേണ്ടത് ഏത് മാസമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, സോ ജനുവരിയിലെ 1250 യൂണിറ്റ്സ് ഡിസംബറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 1250 യൂണിറ്റ്സിനെ എന്ത് ചെയ്യാം? ഇൻറ്റു 100 ചെയ്യാം. ചെയ്യണ്ടേ? ഓരോ യൂണിറ്റും $100 എന്തുണ്ട്? പിന്നെ ഓവർ ഹെഡ്സ് ആൻഡ് വേജസ് ഉണ്ട്. സോ ഇതാണ് ഓരോ മാസത്തെയും ഓവർ ഹെഡ്സ്. ഇതിങ്ങനെ ട്രാക്ക് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഓവർ ഹെഡ്സ് കിട്ടി. അത് ജനുവരിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനുവരിയിൽ സെയിൽസിന്റെ പ്രൊഡക്ഷൻ നടക്കുക ഡിസംബറിലാണ്. സോ അതിന്റെ ഓവർ ഹെഡ്സ് വരെ ഡിസംബറിലാണ്. ഇത് എന്നാ കയ്യിൽ നിന്ന് പോകുന്നത്? ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഡിസംബറിലെ ഓവർ ഹെഡ്സ് എന്നെ പോവാ? ഡിസംബറിൽ തന്നെ പോവാ. ജനുവരിയിൽ ഓവർ ഹെഡ്സ് എന്നാ പോവാ? ജനുവരിയിൽ തന്നെ പോവാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഓവർ ഹെഡ്സ് ആൻഡ് വേജസ് കാണിക്കാം. ഓക്കെ, എന്നാ കയ്യിൽ നിന്ന് പോകാൻ നോക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? ജനുവരി തൊട്ട് നമുക്ക് ജനുവരി തൊട്ടല്ലേ വേണ്ടത്? ജനുവരി തൊട്ട് ഓവർ ഹെഡ്സ് ആൻഡ് വേജസ് കാണിച്ചു. സെറ്റ്, അതും കഴിഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ നോക്കാം. നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്തു അല്ലേ? ഇവിടെ പറഞ്ഞ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ ചെയ്തു. വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ല. സോ ടോട്ടലായി. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നു, അത് ഒഴിവാക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഒരു ഗ്യാപ്പും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, എടാ ജനുവരിയിൽ ഓപ്പണിംഗ് ബാലൻസ് കിട്ടി, ഇൻഫ്ലോ കിട്ടി, ഔട്ട്ഫ്ലോസും കിട്ടി. ഓക്കെ, ഇത് വെച്ചിട്ട് ക്ലോസിംഗ് ബാലൻസ് കണ്ടൂടെ? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് കാണാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്? ക്ലോസിംഗ് ബാലൻസ് കാണുന്നു. ഓപ്പണിംഗ് ബാലൻസിനോട് കൂടി എന്ത് ആഡ് ചെയ്യാം? റെസിപ്റ്റുകളൊക്കെ ആഡ് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസിനോട് കൂടി റെസിപ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ പ്ലസ് ഇടുന്നു കേട്ടോ. റെസിപ്റ്റുകളൊക്കെ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് മൈനസ് ചെയ്യണം? പേയ്മെന്റ്സ് ഒക്കെ മൈനസ് ചെയ്യണം. സോ മൈനസ് ഇവിടെ വാല്യൂ ഉണ്ടെങ്കിൽ അതും മൈനസ്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസിപ്റ്റ് ഒക്കെ ആഡ് ചെയ്തു, പേയ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് കിട്ടൂലേ? കിട്ടൂട്ടോ. ഇവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് ഞാൻ ഇട്ട ഉടനെ എന്ത് വന്നു? ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് വന്നില്ലേ? ഇത് ഇങ്ങനെ ട്രാക്ക് ചെയ്താ മീൻസ് എല്ലാം കറക്റ്റ് ആവും അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചത്? റിക്വയർമെന്റ് എന്തായിരുന്നു? ഓരോ മാസത്തെയും ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്. ഓരോ മാസത്തെയും ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് ചോദിച്ചത്. ഇതല്ലേ ആൻസർ? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ജനുവരിയിൽ എൻ്റെ കയ്യിൽ 3,70,70,000 ഉണ്ട്, ഫെബ്രുവരിയിൽ 7,10,000 ഉണ്ട്, മാർച്ച് ആയപ്പോൾ 9,92,000 ഉണ്ട് കേട്ടോ. സെറ്റ് അല്ലേ? സെറ്റ് ആണ്. അപ്പൊ ഇത്രയും ചെയ്താലാണ് എത്ര മാർക്ക് കിട്ടുക? 5 മാർക്ക് കിട്ടുക. 5 മാർക്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഇതും കൂടി ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഫോർകാസ്റ്റ് കറന്റ് റേഷ്യോ. നമ്മളോട് കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്ന് അറ്റ് എൻഡ് ഓഫ് 3 months 3 മാസം കഴിയുമ്പോൾ കറന്റ് റേഷ്യോ. ഓക്കെ, സോ ഞാൻ കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാണ്. കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ പറഞ്ഞത്? കറന്റ് അസറ്റ് ബൈ കറന്റ് ലയബിലിറ്റി. കറന്റ് അസറ്റും വേണം, ആരും വേണം? കറന്റ് ലയബിലിറ്റിയും വേണം. ഓക്കെ, കറന്റ് അസറ്റ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് കറന്റ് റേഷ്യോ അല്ലേ? കറന്റ് അസറ്റ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് കറന്റ് റേഷ്യോ. കറന്റ് അസറ്റ് ബൈ കറന്റ് ലയബിലിറ്റി. ഓക്കെ, ഇനി കറന്റ് അസറ്റ്സ് എത്രയും നമുക്ക് അറിയില്ല, പക്ഷെ കറന്റ് ലയബിലിറ്റി എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ കറന്റ് ലയബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുക? എങ്ങനെയാ കറന്റ് ലയബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുക? കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? പേയ്മെന്റ്. നമ്മൾ പേയബിൾസ് ആണ്. സപ്ലയർക്ക് എത്ര പൈസ കൊടുക്കാണ്ടെന്ന് നമ്മളോട് ചോദിച്ചത് എൻഡ് ഓഫ് മാർച്ചിന്റെ അവസാനം നമ്മൾ സപ്ലയർക്ക് എത്ര പൈസ കൊടുക്കാണ്ടാവും, അതായിരിക്കും കറന്റ് ലയബിലിറ്റി, പേയബിൾസ്. ഓക്കെ, എടാ ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ഈ പർച്ചേസ് കണ്ടോ? ഇവിടെ ഞാൻ ഈ ഓരോ മാസം പർച്ചേസ് ചെയ്യുന്നത് ഏത് മാസത്തിന് വേണ്ടിയിട്ടാണ്? ഡിസംബറിൽ പർച്ചേസ് ചെയ്ത മാസത്തിന് വേണ്ടിയിട്ടാണ്? ജനുവരിയിലാണ്. അപ്പൊ ഈ പൈസ ഞാൻ എന്തായിരിക്കും കൊടുക്കുക? അല്ല, ഡിസംബറിലെ ഈ പൈസ 5 lakh ഞാൻ എന്തായിരിക്കും കൊടുക്കുക? ജനുവരിയിൽ കൊടുക്കും. ജനുവരിയിലെ പൈസ ഞാൻ കൊടുക്കും, ഫെബ്രുവരിയിൽ കൊടുക്കും. ഫെബ്രുവരിയിലെ പൈസ ഞാൻ എന്ത് ചെയ്യും? മാർച്ചിൽ കൊടുക്കും അല്ലേ? അല്ലെ, മാർച്ചിൽ ഇവിടെ 56,000 വന്നത്, സോറി 5,60,000 വന്നത്. അങ്ങനെയെങ്കിൽ മാർച്ച് അവസാനത്തിൽ ഞാൻ എത്ര പൈസ സപ്ലയർക്ക് കൊടുക്കാണ്ടാവും? 6 ലക്ഷം ഉണ്ടാവില്ലേ? കൊടുക്കാണ്ടാവില്ലേ? 6 ലക്ഷം കൊടുക്കാണ്ട്. സോ മാർച്ചിൽ ഞാൻ ഈ പൈസ ഞാൻ മാർച്ചിൽ കൊടുത്തു, ഈ പൈസ ഞാൻ എന്ത് ചെയ്യാണ്ടാവും? ഏപ്രിൽ കൊടുക്കാണ്ടാവും. അപ്പൊ ഇവിടെ പേബിൾ സൈഡ് കിടക്കൂല 6 ലക്ഷം. 6 ലക്ഷം പേബിൾ സൈഡ് കിടക്കൂല? ഡൗട്ട് ഉണ്ടോ? ഇത് ഓരോ മാസം അടുത്ത മാസം കൊടുക്കുക. ഓക്കെ, ഇവിടെ പേബിൾ സൈറ്റ് ഏപ്രിലിൽ എന്തുണ്ടാവും? 6 ലക്ഷം കൊടുക്കാണ്ടാവും. അപ്പൊ കറന്റ് ലയബിലിറ്റി എത്രയാ? 6 lakh ആണ് അല്ലേ? കറന്റ് ലയബിലിറ്റി 6 lakh ആണ്. കറന്റ് അസറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് കറന്റ് അസറ്റ്സ് വരിക? ക്യാഷ്, ഇൻവെന്ററി, ക്യാഷ്, റിസീവബിൾസ് ഉണ്ടാവും, പ്ലസ് ക്യാഷ് ഉണ്ടാവും, പ്ലസ് എന്തുണ്ടാവും? അവിടെ ഇൻവെന്ററി ഉണ്ടാവും ഇല്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞേ. നമുക്ക് ഇവിടെ എളുപ്പം കിട്ടുന്ന ഏതാ? ഈ 3 എളുപ്പം കിട്ടുന്ന ഏതാ? ക്യാഷ് ബാലൻസ് ആണ് എളുപ്പം കിട്ടുക അല്ലേ? കാരണം എന്താ? മാർച്ചിന്റെ അവസാനമുള്ള ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. സോ ഞാൻ ക്യാഷ് കൊടുക്കാം. ക്യാഷ് എത്രയാ? ആ വാല്യൂ ക്യാഷ് കൊടുക്കാം. എളുപ്പം കിട്ടുന്നത് ക്യാഷാ.
ഈക്വൽ ടു പ്രസ് ചെയ്തു, ക്യാഷ് ബാലൻസ് കൊടുത്തു. ഓക്കെ, പ്ലസ് റിസീവബിൾസ് ആയിട്ട്, അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ മാർച്ചിൽ എത്ര പൈസ കിട്ടാണ്ടാവും പറഞ്ഞേ? എടാ ഈ പൈസ 10,92,000 മാർച്ചിൽ കിട്ടി. ഓക്കെ, 10,92,000 മാർച്ചിൽ കിട്ടി. അതായത് ഫെബ്രുവരിയിൽ നടത്തിയ സെയിൽസിന്റെ പൈസ മാർച്ചിൽ കിട്ടി ഇല്ലേ? ഈ മാർച്ചിൽ എത്ര പൈസ കിട്ടാണ്ടാവും? ഫെബ്രുവരിയിലത്തെ പൈസ ഫെബ്രുവരിക്കത്തെ പൈസ മാർച്ചിൽ നമുക്ക് കിട്ടി. ഓക്കെ, മാർച്ചിൽ കിട്ടി. ഇനി ഇവിടെ ഏപ്രിൽ ഉണ്ടാവില്ല, ഏപ്രിൽ നമ്മൾ നടത്തിയിട്ടില്ലല്ലോ. എടാ മാർച്ചിൽ ഈ പൈസ അല്ലേ റിസീവബിൾസ് ആയിട്ട് ഉണ്ടാവും. ഇത് കിട്ടാണ്ട്, ഇത് നമ്മൾ മാർച്ചിൽ നടത്തിയ സെയിൽസാ, അത് ഏപ്രിൽ കിട്ടാണ്ടാവും. റിസീവബിൾസ് ആയിട്ട് ഇത് മാത്രം കാണിച്ചത്, ഇവിടെ സെയിൽസ് നടത്തിയിട്ടില്ല ഏപ്രിൽ. നമ്മൾ മാർച്ചിൽ നടത്തിയ പൈസ മാർച്ച് അവസാനം, മാർച്ച് 31 പൈസ എന്ത് ചെയ്യണം? കിട്ടാണ്ടാവും. അപ്പൊ റിസീവബിൾസ് ആയിട്ട് കാണിക്കേണ്ടത് ഈ വാല്യൂ ആണ് അല്ലേ? ഇനി എന്ത് കാണണം? ഇൻവെന്ററി കാണണം. ഇൻവെന്ററി. ഓക്കെ, ഇൻവെന്ററി കാണണം. നോക്ക്, ഇവര് ഇൻവെന്ററി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച ഇൻവെന്ററിന്റെ വാല്യൂ 1200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി, 1250 യൂണിറ്റ്സ് എന്നാ പ്രൊഡ്യൂസ് ചെയ്തത്? ജനുവരിയിലെ സെയിൽസിന് വേണ്ട ഇൻവെന്ററി എന്നാ പ്രൊഡ്യൂസ് ചെയ്തത്? ഡിസംബറിൽ. അപ്പോ ഡിസംബർ 31 ഇവരെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടാവും? 1250 യൂണിറ്റ്സ് ഉണ്ടാവും, ഉണ്ടാവില്ലേ? ജനുവരി 31 ഇവരെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടാവും? 1300 യൂണിറ്റ്സ് ഉണ്ടാവും. അത് പ്രൊഡ്യൂസ് ചെയ്തത് ജനുവരിയിലാണ്. ഫെബ്രുവരിയിലെ സെയിൽസിന്റെ ജനുവരിയിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഫെബ്രുവരി 29 28 എന്തുണ്ടാവും? 1400 യൂണിറ്റ്സ് ഇവരെ കയ്യിൽ ഉണ്ടാവും. അത് മാർച്ചിലാണ് സെൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ മാർച്ച് 31 അവരുടെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടാവും? 1500 യൂണിറ്റ്സ് ഉണ്ടാവും. 1500 യൂണിറ്റ്സ് ഉണ്ടാവും. വേണമെങ്കിൽ ഇവിടെ കണക്ഷൻ കൊടുക്കാം. 1500 യൂണിറ്റ്സ് ഉണ്ടാവും. ഇൻറ്റു അതിന്റെ കോസ്റ്റ് കാണാം. പ്രൊഡക്ഷൻ കോസ്റ്റ് മീൻസ് അതാണ് കോസ്റ്റ് ആണ്. ഇൻവെന്ററി നമ്മൾ വാല്യൂ കോസ്റ്റിലാണ്. ഓക്കെ, ഇൻവെന്ററിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഇൻവെന്ററി ഉണ്ടാക്കാൻ എത്ര ചെലവുണ്ട്? ആർക്ക് പറയാൻ പറ്റുക? 200 ആണോ? 200 400 200 അല്ല, 2 യൂണിറ്റ് റോ മെറ്റീരിയൽ വേണം. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 2 യൂണിറ്റ് എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. അപ്പൊ 1500 യൂണിറ്റ് ഉണ്ടാക്കാൻ 1500 ഇൻറ്റു 400 എന്തുണ്ട്? ഇൻവെന്ററി ഉണ്ട് കേട്ടോ. 1500 ഇൻറ്റു 400. പക്ഷേ അതിലേക്ക് കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്തും കൂടി കൊടുക്കുക, അപ്പോഷൻ ചെയ്യുക. അതായത് FI ഒക്കെ പറയുന്നത് അപ്പോഷൻ. ഇവിടെ വേരിയബിൾ ഓവർഹെഡ്സ് ഒരു യൂണിറ്റിന് 100 എന്ന് പറയുന്നുണ്ട്. സോ 400 പോരാ, 400 കൂടി എന്തും കൂടി വേണം ചിലവായിട്ട്, ഓരോ യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ചിലവായിട്ട് ഒരു 100 കൂടി കാണിക്കണം. ഇതാണ് ഇൻവെന്ററിന്റെ കോസ്റ്റ്. അതായത് മാർച്ച് അവസാനം ഉണ്ടാവുക 1500 ഇൻവെന്ററി ആണ്. ഓരോ ഇൻവെന്ററിക്കും $500 എന്തുണ്ട്? കോസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഇൻവെന്ററിന്റെ ബാലൻസ്. സോ ഇൻവെന്ററി ആയി, റിസീവബിൾസ് ആയി, ക്യാഷ് ആയി. ഇത് മൂന്നാണ് കറന്റ് അസറ്റ് വരിക. സോ എന്ത് കിട്ടും? നമുക്ക് കറന്റ് റേഷ്യോ കിട്ടും കേട്ടോ. കറന്റ് റേഷ്യോ കിട്ടും. ഞാൻ ഒരു ഡെസിമൽ പോയിന്റ്സ് എടുക്കാം. ഇതാണ് കറന്റ് റേഷ്യോ. റിക്വയർമെന്റ് അസറ്റ് ഒന്നുകൂടി പറഞ്ഞുതരും. ഒരു മിനിറ്റ് ഇപ്പോൾ പറയാം. ഇവിടെ അസറ്റ് ആണെങ്കിൽ 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാ? ഒന്ന്, ക്യാഷ്. മാർച്ച് 31 കറന്റ് റേഷ്യോ ചോദിച്ചത്, അത് മാർച്ച് എൻഡിലുള്ള ക്യാഷിന്റെ വാല്യൂ നമ്മൾ എടുത്തു. ഓക്കെ, എങ്ങനെ ക്യാഷിന്റെ വാല്യൂ എടുത്തത്? മാർച്ച് അവസാനമുള്ള ക്യാഷ് ബാലൻസ് എടുത്തു, ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, അതിൽ ഡൗട്ട് ഇല്ലാലോ. ക്യാഷ് ബാലൻസ് എടുത്തു, കറന്റ് അസറ്റുകൾ കാണും. ഇനി ക്യാഷ് എടുത്തു. ഇനി റിസീവബിൾസ് നോക്കണം. എളുപ്പം കിട്ടുന്നതാണ് റിസീവബിൾസ്. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ച് 31 അതായത് മാർച്ചിൽ നടത്തിയ സെയിൽസിന്റെ പൈസ ഏപ്രിൽ കിട്ടും. ഇതാണ് മാർച്ചിൽ നടത്തിയ സെയിൽസ്. അതിന്റെ പൈസ ഏപ്രിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ മാർച്ച് 31 നമുക്ക് റിസീവബിൾസ് ആയിട്ട് ഈ പൈസ ഉണ്ടാവും. എത്ര? 11,76,000 രൂപ. മാർച്ച് 31 നമുക്ക് എന്തുണ്ടാവും? റിസീവബിൾസ് ആയിട്ട് ഉണ്ടാവും. ആ പൈസ എടുത്തു, റിസീവബിൾ ബാലൻസ്. അത് പ്രശ്നമില്ലല്ലോ. ഇനി മാർച്ച് 31 നമ്മളെ കയ്യിൽ എത്ര ഡോളറിന്റെ ഇൻവെന്ററി ഉണ്ട് നോക്കണം. ഓക്കെ, നമ്മൾ ഈ 1500 യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ മാർച്ച് 31 ഉണ്ടാവുക. ഇത് ഓരോ മാസത്തെ സെയിൽസാ. 1500 യൂണിറ്റ്സ് നമ്മൾ എന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? ഏപ്രിലത്തത് മാർച്ചിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ആ മാർച്ചിലെ എന്തെടുത്തു? സോറി, ഏപ്രിലെ സെയിൽസ് അത് എന്തെങ്കിലും മാർച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത്രയും ഇൻവെന്ററി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതിന് സെല്ല് ചെയ്യാൻ ഏപ്രില. നമ്മുടെ കയ്യിൽ 1500 യൂണിറ്റ്സ് ഉണ്ടാവും, അതിന് വിൽക്കാൻ പോയ ഏപ്രില. അപ്പൊ ഇൻവെന്ററിയിൽ നമ്മുടെ സ്റ്റോറിന്റെ അകത്ത് 1500 യൂണിറ്റ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ 1500 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഇൻവെന്ററി. 1500 യൂണിറ്റ്സ്. പക്ഷേ അതിന്റെ കോസ്റ്റ് കാണണം. ഓരോ യൂണിറ്റ്സ് ഉണ്ടാക്കാനും റോ മെറ്റീരിയൽസ് 400 വേണം. ഓക്കെ, 2 × 200 400 വേണം. അതിന് പുറമെ ഓവർഹെഡ്സ്, അതായത് ഓരോ യൂണിറ്റ് എന്ത് വരുന്നുണ്ട്? ഇൻഡയറക്ട് കോസ്റ്റ് വരുന്നുണ്ട് $100. സോ ടോട്ടൽ ഓവർഹെഡ് സോറി ഓവർഹെഡ് വേജസും പർച്ചേസും രണ്ടും കൂടി ആഡ് ചെയ്ത ഇൻവെന്ററി ആയിട്ട് കിട്ടൂലേ? ഇൻവെന്ററി കിട്ടും. ഇത് നമ്മുടെ പർച്ചേസ്, ഇത് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻവെന്ററിയുടെ ഇത് ഇൻഡയറക്ട് കോസ്റ്റ്. ഓക്കെ, രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഇൻവെന്ററിയുടെ. സോ ഇൻവെന്ററിയുടെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ അതിനെ ഓരോ ഇൻവെന്ററി എത്ര ഇൻവെന്ററി ബാലൻസ് ഉണ്ട്, മാർച്ച് 31 എത്ര ഇൻവെന്ററി ബാലൻസ് ഉണ്ട്, അതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്ത് കിട്ടി? കറന്റ് അസറ്റ് കിട്ടി. സോ കറന്റ് അസറ്റ്സ് ആരൊക്കെയാണ്? ക്യാഷ്, റിസീവബിൾസ്, ഇൻവെന്ററി. ഓക്കെ, കറന്റ് ലയബിലിറ്റി എന്തുള്ളൂ? പേബിൾസ് മാത്രമേ ഉള്ളൂ. ഇവിടെ പൈസ കൊടുക്കാനുള്ളത് കേട്ടോ. സോ കറന്റ് റേഷ്യോ എന്ത് കിട്ടി? കറന്റ് റേഷ്യോ ഓവർഹെഡ്സ് ആൻഡ് വേജസ് എന്തുകൊണ്ട് എടുക്കാത്ത? ഓവർഹെഡ്സ് എന്നാ പൈസ കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ ചെയ്ത മാസം. അതായത് പിന്നെ എന്ന് കൊടുത്തിട്ടുണ്ടാവൂടാ. ഏത് മാസമാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ മാസം തന്നെ ഡയറക്റ്റ് കൊടുക്കും. അപ്പൊ പേബിൾസ് ആയിട്ട് ഉണ്ടാവും. എടാ എന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ പേബിൾസ് ആയിട്ട് ഉണ്ടാവില്ല. പേബിൾസ് ആയിട്ട് ഉണ്ടാവുക. പേബിൾസ് ആയിട്ട് ഉണ്ടാവുക നമ്മൾ എന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നാണോ വാങ്ങുന്നത്, അപ്പൊ തന്നെ പൈസ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അവിടെ പേബിൾ ബാലൻസ് ഉണ്ടാവില്ല കേട്ടോ. പേബിൾ ബാലൻസ് ഉണ്ടാവുക സപ്ലൈക്ക് പൈസ കൊടുക്കണം. റോ മെറ്റീരിയൽസിന് മാത്രം. റോ മെറ്റീരിയൽസ് എന്താ? ഒരു മാസത്തെ ക്രെഡിറ്റിനാണ് കൊടുക്കുന്നത്. ക്രെഡിറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് 60,000 ഇത് മാത്രം എടുത്തത്, പർച്ചേസ് മാത്രം എടുത്തത്. മറ്റേതെന്താ? അതാത് മാസങ്ങൾ സെറ്റിൽ ചെയ്യുന്നുണ്ട്, അത് എടുക്കാൻ പാടില്ല. ഇതൊരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യുക. സോ പേബിൾസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും 6 ലക്ഷം. ഓക്കെ, പക്ഷേ ഈ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബബിലിറ്റി സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഞാൻ എന്ത് ചെയ്യുക? ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താണ് സോൾവ് ചെയ്ത് തന്നാട്ടോ. ഓക്കെ, സീനില്ലല്ലോ.